അങ്ങനെ അമ്മാനുവിനെ അകത്ത് കയറ്റി വിട്ട് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. ഇനി നമ്മുടെ സൽപുത്രനൊന്ന് അകത്തോട്ട് കയറ്റി വിട്ടോ കേട്ടാ. അസ്സലാമു അലൈക്കും. ഇന്നാണ് എൻ്റെ സൽപുത്രൻ നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം രാവിലെ എന്തായിരുന്നു, രാവിലെ നാസ്തയെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് പിന്നെ 1-2 സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, പൂട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള വീഡിയോ ആണ്. ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചില്ല കേട്ടോ. ഇന്നലത്തെ കറിയും ചോറൊക്കെ ഉള്ളതുകൊണ്ട് വെക്കാനൊരു മൂഡില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇയാളുടെ ഡ്രസ്സ് ഇട്ടോണ്ട് പോകാൻ ഡ്രസ്സ് തേക്കണം ഇല്ലേ മാനു? അപ്പൊ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ മാനു? സാധാരണ ഞാൻ തേച്ചു കൊടുക്കത്തില്ല കേട്ടോ. ഞാൻ പറയും ബിഗ് ആയില്ലേ, നീ അങ്ങ് തുണി തേച്ചാൽ മതി എന്ന് പറയും കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല കേട്ടോ. എന്തോ ഒരു സങ്കടം ഇവിടെയോ ഇല്ലേ മാനു? മാനുവേ നീ പറയുന്നത് കേൾക്കാൻ ഇനി ഫ്രണ്ടി വാ. കൊറേ ആയി ഉടുപ്പ് വെച്ചിട്ട്. ഞാൻ പറഞ്ഞപ്പോ വലിയ ചെക്കനല്ലേ, തനിയെ ഞാൻ പറയും തുണിയൊക്കെ തനിയെ കഴുകണം, തനിയെ തേക്കണം എന്നൊക്കെ പറയും കേട്ടോ. എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇന്ന് മാത്രം ഒരു സങ്കടം അല്ലേ വടിവേ? നമുക്ക് ഇപ്പൊ 4 മണിയായി. ഒരു 5 മണിയായി. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. 7 മണിയാകുമ്പോൾ നിൽക്കണം. ഇനിയിപ്പം ഹാൻഡ് ബാഗേ ഉള്ളൂ, അതിൽ കുഴപ്പമൊന്നുമില്ല. ബോർഡിംഗ് പാസ് ഓൾറെഡി കിട്ടിയല്ലോ, അത് ഇട്ടുണ്ട് പോകണം ഇല്ലേ മാനുവേ? മാനുവിന്റെ ഷർട്ടും പാൻറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഇട്ട് നോക്കിയിട്ട് പറയണേ. മാനുവിന് ഞാനുമായിട്ട് വഴക്കാട്ടോ. ഒത്തിരി അമ്മാനുവിന്റെ ജീൻസിന്, ബാഗി ജീൻസ് എന്തോ ഒരു വെയിറ്റ് ആണെന്നറിയാവോ? ഇട്ടിട്ടിട്ടിട്ടിട്ട് കൈ കൊണ്ട് പൊക്കാൻ പോലും പറ്റത്തില്ല. ടീഷർട്ട് കിട്ടും. അപ്പൊ എന്നോട് പറയണേ, ഉമ്മ പഴയ ജനറേഷൻ അല്ലേ, പുതിയ ജനറേഷൻ എല്ലാം പിന്നെ ഹെവി ആണെന്ന്, വെയിറ്റ് പിന്നെ ഇപ്പോഴത്തെ മോഡല് ഹെവി ആണെന്ന് ജീൻസ് എല്ലാം കേട്ടോ. ഞാൻ തുണി വെച്ച് നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കും കേട്ടോ. അമ്മാനു അങ്ങനെ ഒറ്റയ്ക്ക് പോയി, നിങ്ങളും പോയി അല്ലേ ശരിയേ? ഇപ്പൊ പോകുമ്പോ വിഷമമില്ല കേട്ടാ. കാരണം ഇപ്പം 1 മാസത്തേക്ക് അടിച്ചു പൊളിക്കാൻ പോവാ. വിഷമം വരുന്നത് ഇനി +2 കഴിഞ്ഞ് പോകുമ്പോഴാണ് അല്ലേ ശരിയേ? +2 കഴിഞ്ഞ് പോകുമ്പോഴാണ് അമ്മാനുവിന് വിഷമം. ഇല്ലയാ? വിഷമൊന്നുമില്ലല്ലോ. ഞാൻ വേഗം ചോറിനിട്ട് വേണം റെഡിയായിട്ട്. ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ട്. നേരെ എയർപോർട്ട്. എവിടെ പോവാ അബ്ദുള്ള നമ്മള്? അങ്ങോട്ടൊക്കെ പറ എന്റെ ബ്രദർ നാട്ടിൽ പോവാന്ന് പറ. അതിന് മോൻ കൊണ്ടുവിടാൻ പോവാണാ? കൊണ്ടുപോനെ മക്കള് പോകുന്നുണ്ടോ കൂടെ? അമ്മാനും അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു. ഇങ്ങോട്ട് വാ, ആരും കാണൂലടി. ഞങ്ങൾ ബ്രദറിനെ നീ കാണുന്നിട്ട് ഞങ്ങള് ബ്രദറിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോവാല്ലേ? ഇയാള് പോകുന്നുണ്ടോ ബ്രദറിന്റെ കൂടെ? പോന്നില്ല? ടീഷർട്ട് എന്ത്? ഇട്. ഈ ഉടുപ്പ് ഏതാ കൂടി? ബാറ്റ്മാനാ? സൂപ്പർമാനാ? ചീപ്പൻ ജാനു ചീപ്പ് എത്തതാ? പെർഫ്യൂം കൂടെ
ഏതാണോ ബിരിയാണി എടുത്തോ. പെർഫ്യൂം എടുത്തു. മൊഞ്ചുകുട്ടനായി. ഓക്കെ, മൊഞ്ചാണോ ചോദിച്ചാ മൊഞ്ചാണോ? അപ്പൊ ഞാനൊന്ന് റെഡി ആവട്ടെ. അങ്ങനെ അമാനുള്ള അമാനും അങ്ങനെ റെഡിയായി, ഞങ്ങളെല്ലാം റെഡിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണ്. എന്തോ ഒരു ടെൻഷൻ പോലല്ലേ. ഷെഫി ഓൾറെഡി വണ്ടിയിലോട്ട് പോയിട്ടോ. അപ്പം നമുക്ക് അമാനുവിനെ യാത്രയാക്കിയിട്ട് വരാവേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. 6 മണി കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ലേറ്റായി. ഇനിയിപ്പോൾ റോഡിലെല്ലാം നല്ല ട്രാഫിക് കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ്. അങ്ങനെ ഷാനദ ഡ്രൈവ് ചെയ്യുന്നു എയർപോർട്ടിലേക്കൊരു യാത്ര. എയർപോർട്ടിലേക്കൊരു യാത്ര എൻ്റെ ആഗ്രഹമായിരുന്നു. അമാനെ എയർപോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ എനിക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോകണമെന്നില്ലേ. അമാനുണ്ട് ബാക്കിലുണ്ട്. അമാനു അബ്ദുള്ള കടക്ക. അബ്ദുള്ളക്ക് ക്ഷീണം, ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലല്ലോ. എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ ശരിയേ? എയർപോർട്ടിൽ ചെന്നിട്ട് സിഗ്നലാണ്, ഫുള്ള് സിഗ്നൽ കിടക്കുക. നല്ല ട്രാഫിക് ഉണ്ട്. വൈകിട്ടല്ലേ അതാ. നിങ്ങളെ കാണുന്നില്ല. ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കെട്ടിയോളുടെ കൂടെ സൈഡ് സീറ്റിലിരുന്ന് പോവുക അല്ലേ? ഒരു ഭാഗ്യം അല്ലേ? ഇനിയിപ്പോ ടെൻഷൻ ഇല്ലല്ലോ. എവിടെ പോയാലും ഇന്നലെ ഒരാളുണ്ടല്ലോ പോകാനായിട്ട്, എടുക്കാൻ സ്കൂളിൽ പോകാനായാലും ഒരാവശ്യം വന്നാലേ. വീഡിയോ ഇട്ടിട്ടില്ല, അതിൻ്റെയൊക്കെ വീഡിയോ നെക്സ്റ്റ് വരുന്നതേ ഉള്ളൂ. അടിപൊളി സ്പീഡാണല്ലേ. പോട്ടെ. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. ഇനി നമ്മുടെ സൽപുത്രനെ നിന്ന് അകത്തോട്ട് കയറ്റി വേട്ടാ. അമാനു അബ്ദുള്ള നല്ല ഉറക്കമാണ്. അപ്പം നമുക്കിവിടെ പരിചയമുള്ള ഒരാളെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം അബ്ദുള്ള അവരുടെ വണ്ടിയിലോട്ട് കിടത്തിയേക്കുവാണ്. അപ്പം നമുക്ക് ഇവനെ യാത്രയാക്കിയിട്ട് തിരിച്ചു വിടാം. കാരണം എടുത്തോണ്ട് നടക്കണ്ടേ, വാല വലുതായി. പാപ്പാടെയും മോൻ്റെയും സ്നേഹപ്രകടനം. അങ്ങനെ അമാനു എന്നോട് ഷെഫിയോടും യാത്ര പറഞ്ഞിട്ട് അകത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി നമ്മുടെ കയ്യിൽ ബോർഡിംഗ് പാസ് ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. നേരെ അങ്ങ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് അങ്ങ് കയറാം കേട്ടോ. അപ്പം ആ ഒരു പോകുന്നതിൻ്റെ നമ്മൾ അതുവരെ സംസാരിച്ചെന്നെങ്കിലും ആ ഒരു ടൈം ആയപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എൻ്റെ ഷെഫിയുടെയും കയ്യിൽ നിന്ന് പോയി കേട്ടോ. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ പോകുന്നവരെ നമ്മൾ ആ ഒരു വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ കൂടുതലും എയർപോർട്ടിൽ അലൗഡ് അല്ല അങ്ങനെ വീഡിയോ എടുക്കുന്നത്. എന്നാലും മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോ എടുത്ത് കാണും. മോൻ്റെ ഒരു പോകുന്നതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു മനസ്സിനെന്തോ ഒരു ഭാരം പോലെയാണ്. അങ്ങനെ അമാനുവിനെ അകത്ത് കയറ്റി വിട്ട് പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ആയിരുന്നു കേട്ടോ. അമ്മ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പോയിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ. വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ രാവിലെ ചെല്ലും. 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോഴത്തെ 5:30 ഇറങ്ങണം അല്ലേ? 5:10 ഇറങ്ങും. നീ വീട്ടിലോട്ട് പോട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ ചൊവ്വാഴ്ച രാവിലെ 5:30 മണിയായപ്പോൾ മോൻ ഇറങ്ങി കേട്ടോ. 5:10 ഇറങ്ങേണ്ടിയായിരുന്നു. അപ്പം നല്ല മഴയായിരുന്നു ഒന്ന് ട്രിവാൻഡ്രത്തെ. അപ്പം ഫ്ലൈറ്റ് ലാൻഡ് ആയില്ല. 5:30 ആയി ലാൻഡ് ആയപ്പം കേട്ടോ. അങ്ങനെ ഞാൻ ആങ്ങളെ ഏൽപ്പിച്ചിരുന്നു അവൻ വരുന്നതൊക്കെ നീ എനിക്ക് വീഡിയോ എടുത്ത് തരണേന്ന്. കാരണം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു മോൻ നാട്ടിലെത്തിയോ എന്നൊക്കെ. അപ്പം ഈ ട്രോളി ഇട്ടുന്നതാണ് എൻ്റെ ബ്രദർ കേട്ടോ. അവനും വൈഫും കൂടാണ് എടുക്കാൻ പോയത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. താങ്ക് യു.